ദർശന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാടനാംകുറിശ്ശിയിൽ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു പുസ്തകമാണ് വീരാൻകുട്ടി മാഷിന്റെ മിണ്ടാപ്രാണി എന്ന കവിതാ സമാഹാരം. കേരള സാഹിത്യ അക്കാദമി അവാർഡ് കരസ്ഥമാക്കിയ കൃതിയാണിത്. ചെറുതും വലുതുമായ 56ഓളം കവിതകൾ ഈ പുസ്തകത്തിൽ ഉണ്ട്. പടം വരപ്പ്, നക്ഷത്രം, പൂവ് തുടങ്ങിയ കവിതകൾ കുട്ടികൾക്കായി എഴുതപ്പെട്ടവയാണ്. ഇവ ഏറെ ശ്രദ്ധേയമാണ്. കവിതയിലെ മിണ്ടാപ്രാണികൾ മിണ്ടാതെ മിണ്ടുന്നുണ്ട്. ഊമയാണെന്നു കരുതിയ മരം ആരോടോ പൂക്കൾ കൊണ്ട് സംസാരിക്കുന്നു. പിഴുതെടുക്കുമ്പോൾ തൊട്ടാവാടി നിശബ്ദം അരുതേ എന്ന് യാചിക്കുന്നു. ഏകാന്തതയെക്കുറിച്ച് പറയാൻ പിറന്ന നാൾ തൊട്ട് ഒരേ നിൽപ്പു നിൽക്കുന്ന പർവ്വതമുണ്ട്. കാടിനെ വർണ്ണിക്കാൻ അരുവിയുണ്ട്. മരിച്ചു കിടക്കുന്ന ആൾക്കല്ലാതെ മറ്റാർക്ക് നിശബ്ദതയെക്കുറിച്ച് പറയാനാവും? അങ്ങനെ കവിത എല്ലാ മൂകഭാഷണങ്ങൾക്കും കാതോർക്കുന്നു. ഈ കവിതകളിലൂടെ കടന്നു പോകുമ്പോൾ ഭാഷ മൗനത്തിലേക്ക് തിടുക്കത്തിൽ പിൻവാങ്ങുന്നു. വാക്കുകൾക്കിടയിലെ മൗനത്തിലേക്കല്ല, വചനത്തിനു മുൻപുള്ള മൗനത്തിലേക്ക്. അതിന്റെ ഭാരക്കുറവിൽ കവിത സഞ്ചരിക്കുന്നു. അപ്പൂപ്പൻ താടിയുടെ വിനീതമായ പറക്കം പോലെ. അവിടെ ഒന്നിനും അർത്ഥത്തിന്റെ ഭാരമില്ല, തുടക്കവും ഒടുക്കവുമില്ല. മരണം കണ്ടുപിടിച്ചിട്ടില്ലാത്ത അത്രയും പ്രാചീനതയിലെ ഭാരക്കുറവിനെ വാക്കുകളിൽ സന്നിവേശിപ്പിക്കുകയാണ് വീരാൻകുട്ടി മാഷ്. ഈ പുസ്തകത്തിൽ എന്നെ ഏറെ ആകർഷിച്ച ഒരു കവിത ഞാൻ അവതരിപ്പിക്കാം. കവിതയുടെ പേര് ഇൻസ്റ്റലേഷൻ. ഇരുട്ടിനെ അവിടെ തന്നെ നിർത്തിയേക്കണേ. മാറയൊടുക്കാനില്ലാത്തവരുടെ മറുതുണിയാണത്. വീടില്ലാത്തവരുടെ കരിയോലപ്പുര. ഭൂമിയെ അവിടെ തന്നെ വെച്ചേക്കണേ. തിന്നാൻ ഒന്നുമില്ലാതാകുമ്പോൾ തിന്നാനുള്ള മണ്ണാണതിൽ. കാറ്റിനെ തരം പോലെ അയച്ചു വിട്ടേക്കണം. അതിൽ മാത്രം തണിയുന്ന പൊള്ളിച്ചകളുണ്ട്. സൂര്യൻ അവിടെ തന്നെ നിൽക്കട്ടെ. ചന്ദ്രൻ ഏറിയും കുറഞ്ഞും അതിൻ്റെ മുഖം വെളിവാക്കട്ടെ. അതുകൊണ്ടൊക്കെ ആവശ്യമുള്ള പാവങ്ങൾ കാണും. ചേരിയിലെ കടലാസു വീടുകൾ കൂടി മനസ്സിൽ വെച്ച് വേണം മഴയെ കെട്ടടിച്ചു വിടാൻ. ഇടുത്തിയ ആകാശത്തിൽ തൂങ്ങിയ മട്ടിൽ ഇരിക്കട്ടെ. പെൺകുഞ്ഞുങ്ങളുടെ പിറകെ പായുന്നവന്റെ നെറുകയിൽ വീഴ്ത്താനാണ്. അവശേഷിക്കുന്ന കുന്നുകളെ ഉരുക്കിൽ വാർത്തു വെക്കാമോ? യന്ത്രപ്പല്ലുകൾക്ക് തൊടാൻ പറ്റരുത്. ജലാശയങ്ങളെ ആദൃശ്യമാക്കുക. മനുഷ്യനെ ചെറുതാക്കി വല്ല മൂലയിലും വെച്ചാൽ മതി. മണ്ണിരയ്ക്കും പുഴുവിനും ശേഷം ഇടമുണ്ടെങ്കിൽ മാത്രം. മനുഷ്യനെ ചെറുതാക്കി വല്ല മൂലയിലും വെച്ചാൽ മതി. മണ്ണിരയ്ക്കും പുഴുവിനും ശേഷം ഇടമുണ്ടെങ്കിൽ മാത്രം. നന്ദി, നമസ്കാരം.